ഹലോ. അപ്പോൾ ദേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലഡുവാണ്. അപ്പോൾ ദേ അതിനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം കടലമാവാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ടയൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബാറ്ററാക്കി എടുക്കാം. അതിനായിട്ട് ദേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ദേ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഈ രീതിക്ക് വേണം നമ്മൾ ബാറ്ററാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്കൊന്ന് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബൂന്തിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു തവി എടുക്കണം, അരിപ്പത്തവി എടുക്കണം. അതിൽ കൂടെ വേണം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഓരോരോ ബാച്ചുകളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അധികം മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിനും വേണം കിട്ടാനായിട്ട്. അപ്പോൾ ബൂന്തിയൊക്കെ കറക്റ്റ് ഇതേ ഈ ഒരു ഷേപ്പിൽ വേണം വരാനായിട്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കൂടിപ്പോയെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞാലും ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഈ പാകത്തിന് നമുക്കിതൊന്ന് വറുത്ത് കോരി വെക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു തവി ഉപയോഗിച്ച് നമുക്കതെല്ലാം കോരി മാറ്റാനായിട്ട് ഓരോ ബാച്ചുകളായിട്ട് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണെങ്കിലും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള പഞ്ചസാര പനിയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തു. ഇനി ഇതൊന്ന് പാനിയായിട്ട് വരണം. അപ്പോൾ ഒരു നൂൽ പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബൂന്തിയെല്ലാം അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നീട് കുറച്ച് യെല്ലോ കളറോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തതും കൂടെ ചേർക്കണം. എന്നിട്ട് അത് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്.